രമേശ് ചെന്നിത്തല MLA സ്ഥാനം രാജിവെക്കുമെന്നാണ് പറയുന്നത്. രാഹുൽ ഗാന്ധിക്ക് സന്നദ്ധത അറിയിച്ചുകൊണ്ട് കത്തയക്കുകയും ചെയ്തു. MLA സ്ഥാനം രാജിവെക്കൂ? ശരിക്കും ചെന്നിത്തലയുടെ ലക്ഷ്യം എന്താണ്? രമേശ് ചെന്നിത്തല അച്ചടക്കമുള്ള പാർട്ടി നേതാവ് തന്നെയാണ്. അദ്ദേഹം അത് ശിരസാ വഹിക്കുകയും ചെയ്തു കഴിഞ്ഞു. അദ്ദേഹം രാജിവെക്കത്തൊന്നുമില്ല. അദ്ദേഹത്തിന് ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് തന്നെ അറിയാമായിരുന്നു അദ്ദേഹം പിക്ചറിലില്ല എന്നുള്ള കാര്യം. അത് അപമാനിതനായി നിൽക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അതെ, പക്ഷേ അദ്ദേഹം ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് മുൻകൂട്ടി തന്നെ അറിയാം. കാര്യം അദ്ദേഹം ഈ നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യനല്ലേ. അദ്ദേഹത്തിന് ശരിയായ സീനിയോറിറ്റി എന്നുള്ള ഈ സീനിയോറിറ്റി എന്തുകൊണ്ടാണ് അദ്ദേഹം എടുത്ത് ഉപയോഗിക്കുന്നത്? എനിക്ക് സീനിയോറിറ്റി ഉണ്ടെന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ചില സ്ഥാപനങ്ങളിൽ ചില ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ ഇപ്പോൾ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ചില പൊസിഷനിലേക്ക് ചില ആൾക്കാരെ സെലക്ട് ചെയ്യും. അവിടെ സീനിയോറിറ്റിയാണോ നോക്കുന്നത്? അല്ല, സീനിയോറിറ്റിയും പരിഗണിക്കുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ സീനിയോറിറ്റിയിൽ വന്ന കക്ഷിക്ക് നല്ല എഫിഷ്യൻസി ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ പൊസിഷനിലേക്ക് കൊടുക്കും. അല്ലാതെ സീനിയോറിറ്റി ഉള്ളത് കൊണ്ട് ഒരാൾക്കൊരു കീ പൊസിഷൻ കൊടുക്കുകയാണെങ്കിൽ ആ സ്ഥാപനം പരാജയപ്പെട്ടു പോകില്ലേ. എന്ന് പറഞ്ഞതുപോലെ ഇപ്പം രമേശ് ചെന്നിത്തലയ്ക്ക് അതിനുള്ള കഴിവില്ല എന്നല്ല പറയുന്നത്, പൊളിറ്റിക്സാണ്. അദ്ദേഹം 2021 ദയനീയമായ ഒരു പരാജയമാണ് UDF ഏറ്റുവാങ്ങിയത്. അതിനു മുമ്പുള്ള 5 വർഷത്തെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമുണ്ട്. കോൺഗ്രസ് വളരെ ദുർബലമായി, വളരെ ശോഷിച്ചു. അദ്ദേഹം ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ചിരുന്നത് LDF ഗവൺമെൻറ്റിനെതിരെയുള്ള അഴിമതി തുറന്നു കാട്ടാൻ വേണ്ടിയിട്ടാണ്. അതൊരു ജേർണലിസ്റ്റിക് വർക്ക് മാത്രമേ ആവുന്നുള്ളൂ, പൊളിറ്റിക്കൽ വർക്ക് ആവുന്നില്ല. പൊളിറ്റിക്സ് ഈസ് ഡിഫറെൻറ്റ്. അത് സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ്. അതോടൊപ്പം തന്നെ ഗവൺമെൻറ്റിനെ ഒരു കറക്റ്റീവ് ഫോഴ്സായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോഴാണ് ഒരു പ്രതിപക്ഷം ആവുന്നത്. ശരിക്കും അത് സതീശൻ ചെയ്തു, അത് ഗംഭീരമായിട്ട് ചെയ്തു. അതുകൊണ്ടാണ് ജനങ്ങൾ ഇറങ്ങി തിരിച്ച് സതീശനെ ഈ പറഞ്ഞ പോലെ അണികൾ നേതൃത്വത്തെ തിരുത്തി, നമ്മുടെ V. കുഞ്ഞികൃഷ്ണൻ്റെ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ പോലെ. അപ്പോൾ ഇവിടെ രമേശ് ചെന്നിത്തലയ്ക്ക് അറിയാമായിരുന്നു രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കത്തില്ല. അതേ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ സീനിയോറിറ്റിയും ഇദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ പോലെ ഇന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ രാവിലെ ഏതോ ഒരു ചാനലിൽ പറയുന്നുണ്ട്, ഇദ്ദേഹത്തിന് 25 വയസ്സ് പാർട്ടി വന്ന അന്ന് മുതൽ കിട്ടിയ സ്ഥാനങ്ങളുടെ ഒരു കണക്ക്. അത് ഗംഭീര കണക്കാണ്. സ്ഥാനം എടുപ്പുകുതിര പോലെ ഈ ചെട്ടിക്കുളങ്ങര പിന്നെ ഈ കുതിര പോലെ ഇങ്ങനെ പോവുകയാണ് സ്ഥാനം. കാര്യം തുടക്കം 25ാമത്തെ വയസ്സിൽ MLA, 28ാമത്തെ വയസ്സിൽ മന്ത്രി, പിന്നെ NSUI പ്രസിഡൻറ്റ്, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ്, ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് കിട്ടാവുന്ന ഒരുപാട് സ്ഥാനങ്ങൾ പാർട്ടിയിൽ ലഭിച്ചിട്ടുണ്ട്, വളരെ പിന്നെ മാന്യമായ സ്ഥാനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം വെച്ചുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ ഈ സീനിയോറിറ്റി എന്നുള്ള ഒറ്റ സ്ഥാനം ഉപയോഗിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ 5 വർഷത്തെ അദ്ദേഹത്തിന് ഇപ്പോൾ ജനങ്ങളുടെ ഇടയിലല്ല, ജനങ്ങളുടെ ഇപ്പോൾ സതീശൻ പ്രതിപക്ഷ നേതാവാണ്, സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ആ ഉത്തരവാദിത്വമുണ്ട്. പക്ഷേ ആ പഴയ കാലം വെച്ചിട്ടാണ് രമേശ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ഇത് പുതിയ കാലമല്ലേ. അത് രമേശിനും അറിയായിരുന്നു തനിക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ടാവില്ല. പക്ഷേ എങ്കിലും നിറഞ്ഞു നിന്നു. ഈ 3 പേരിൽ ആര് എന്നുള്ള ചോദ്യത്തിലേക്ക് എത്തി. അത് എത്തിയതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇദ്ദേഹത്തിന് മന്ത്രിസഭയിൽ ഇപ്പം സതീശൻ ജൂനിയറാണ്. അപ്പോൾ ജൂനിയറിൻ്റെ കീഴിൽ ഇപ്പോൾ പിന്നെ വേറൊരു മന്ത്രിയായിട്ടിരിക്കാന്ന് വെച്ചാൽ മോശമൊന്നുമില്ല. ഇപ്പം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹം എത്രയോ സീനിയറാണ് അല്ലേ. അങ്ങനെ പല സീനിയേഴ്സും ഉണ്ടാവും. അപ്പോൾ ഒരു ജനായത്ത സംവിധാനത്തിൽ അവിടെ വ്യക്തികളുടെ സീനിയോറിറ്റിയും അതല്ലെങ്കിൽ പിന്നെ പ്രായമൊന്നുമല്ല കണക്കിലാക്കുന്നത്. അപ്പോൾ AK ആന്റണി മുഖ്യമന്ത്രിയായിട്ട് വന്ന സമയത്ത് എത്ര മഹാരഥന്മാരായിരുന്നു. ബേബി ജോണിനെ പോലെയുള്ള മഹാരഥന്മാരാ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്നില്ലേ. അപ്പോൾ അത് നോക്കിയിട്ട് കാര്യമില്ല. നമ്മുടെ ജനായത്ത സംവിധാനത്തിൽ ജനങ്ങളാണ് മുമ്പിൽ നിൽക്കുന്നതെങ്കിൽ ഇതൊന്നും പ്രശ്നമല്ല. ഇവിടെ ഇപ്പോൾ രമേശിൻ്റെ ഒരു തന്ത്രം എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, കോൺഗ്രസ്സിലെ തന്ത്രം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ഏതോ ചാനലിൽ പറയുന്നതായിട്ട് അദ്ദേഹം രാജിക്കത്ത് തയ്യാറാക്കാൻ ഓഫീസിനെ ഏർപ്പെടുത്തിയിരുന്നു. അങ്ങനെ രാജിക്കത്ത് തയ്യാറാക്കാനായിട്ട് ഓഫീസിനെ ഏർപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു തുണ്ട് പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പേന അദ്ദേഹത്തിൻ്റെ പാക്കറ്റിൽ എപ്പോഴും പേനയും കാണുന്നതാണ്. ഒരു പേന എടുത്തിട്ട് ഇങ്ങനെ രാജി അങ്ങ് എഴുതി കൊടുത്താൽ മതി. അത്രയേ ഉള്ളൂ സാധനം. അല്ലാതെ മാത്രമല്ല സത്യപ്രതിജ്ഞ പോലും ചെയ്തിട്ടില്ല. മനസ്സിലായില്ലേ. അപ്പോൾ ഇത് ഒരു സമ്മർദ്ദമാണ്. എന്തിനു വേണ്ടിയുള്ള സമ്മർദ്ദം? അത് ഒരു ഇപ്പം ഒരു മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ മുഖ്യമന്ത്രിമാരൊക്കെ ഈ ആഭ്യന്തരം കയ്യിൽ വയ്ക്കും, എങ്കിലേ മുഖ്യത്വം ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു ധാരണയുണ്ട്. അപ്പോൾ ഇപ്പം സതീശനാണെങ്കിൽ ഇപ്പോൾ ഗ്രൂപ്പില്ലാത്ത നേതാവാണ്. സതീശനെ മന്ത്രിസഭയിൽ വരാൻ പോകുന്ന മന്ത്രിസഭാ അംഗങ്ങളിൽ ഭൂരിഭാഗവും KC വേണുഗോപാലിൻ്റെ ആൾക്കാരായിരിക്കും, സംശയമില്ല കാര്യത്തിൽ അല്ലേ. അങ്ങനെ വരുമ്പോഴത്തേക്ക് സതീശന് മുഖ്യമന്ത്രി എന്ന നിലയിൽ പവർ വേണ്ടി വരും. ആ പവർ വേണമെന്നുണ്ടെങ്കിൽ ആഭ്യന്തരം കയ്യിരിക്കണം.
മനസ്സിലായോ? നാടിനെ ഭരിക്കാൻ മാത്രമല്ല മന്ത്രിസഭയിലെ മന്ത്രിസഭാംഗങ്ങളെയും പാർട്ടികളെയൊക്കെ ഭരിക്കണമെങ്കിൽ ഇപ്പോൾ ആഭ്യന്തരം കയ്യിൽ വേണ്ട ഒരു ആവശ്യമാണ് നിലവിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആഭ്യന്തരം മിക്കവാറും സതീശന് നല്ല ബുദ്ധിയൊക്കെയുള്ള കൂട്ടത്തിലാണ്. രമേശ് ചെന്നിത്തലയെക്കാളി കാരണം വളരെ എന്താ പറയുക നല്ല പ്ലാനിങ്ങും മറ്റ് ആസൂത്രണമൊക്കെ ഉള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ട് സതീശൻ ലേശം ഈ പറഞ്ഞ പോലെ മുഖ്യമന്ത്രിയായിട്ട് നന്നായിട്ട് പെർഫോം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും ആഭ്യന്തരം വിട്ടുകൊടുക്കാൻ സാധ്യത കുറവാണ്. രമേശിന് വേണ്ടത് എന്താണ്? ആഭ്യന്തരമാണ്. അപ്പോൾ ഒരു ആഭ്യന്തരം സംശയമില്ലാതെ കിട്ടണം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇനി സതീശൻ ക്ഷണിക്കും. അതേപോലെ കോൺഗ്രസ്സിലെ മാനേജേഴ്സ് ഉണ്ടാവും, ക്ഷണിക്കും, എങ്ങനെയും വരണമെന്ന് പറയും. ഇത് അത് കഴിഞ്ഞിട്ട് കുറച്ച് ഈ പറഞ്ഞതുപോലെ അദ്ദേഹം ഉദ്ദേശിക്കുന്ന പോർട്ട്ഫോളിയോ കിട്ടുകയാണെങ്കിൽ എൻ്റെ അനുജനാണ് സതീശൻ, ഞാനാണ്, എൻ്റെ ആശീർവാദത്തോടെയാണ് അദ്ദേഹത്തിനെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നത്, എൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും, എൻ്റെ കുഞ്ഞനുജനാണ് എന്നൊക്കെ ഉള്ള വാത്സല്യത്തോടു കൂടി മന്ത്രിസഭയിലേക്ക് വരാം. അതോടൊപ്പം സതീശൻ പറയും എൻ്റെ നേതാവാണ്. മനസ്സിലല്ലേ? ഈ ഒരു സെനേറിയോ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ്. അപ്പോൾ അതിനുള്ള ഒരു ആയിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അല്ലാതെ അദ്ദേഹം രാജിവെക്കുകയോ ഒന്നും ചെയ്യാൻ സാധ്യതയില്ല. അദ്ദേഹത്തിന് ഇതെല്ലാം അറിയാവുന്ന കാര്യം ഈ ഇത്രയും നമ്മളെ കണക്കല്ലല്ലോ, രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവരുടെ എക്സ്പീരിയൻസ് വളരെ ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ രമേശ് ചെന്നിത്തലയുടെയൊക്കെ എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ ഇടയിൽ ജീവിക്കുന്ന മനുഷ്യരല്ലേ. അതുപോലെ അധികാര രാഷ്ട്രീയത്തിൻ്റെ ഇടനാഴികളിലൂടെയൊക്കെ നടക്കുകയൊക്കെ ചെയ്യുന്ന അവരുടെ കാഴ്ച എന്നൊക്കെ പറഞ്ഞാൽ അവർ കൃത്യമായിട്ട് അറിയാം. സാധാരണ ജനങ്ങളൊക്കെയുള്ള കാഴ്ച അല്ല അവരുടെ. അപ്പോൾ അതുകൊണ്ട് അതാണ് അവർ എക്സ്പീരിയൻസ് കൊണ്ടാണ് കേട്ടോ, അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല. അപ്പോൾ അത് നമ്മളിതൊക്കെ ഈ പറഞ്ഞ പോലെ മനസ്സിലാക്കിയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് അറിയാം, അതെങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ ജനങ്ങളുടെ ഇടയിലേക്ക് ഈ ഒരു സംഗതിയെ. അപ്പോൾ രമേശ് ചെന്നിത്തല രാജിവെക്കാൻ പോകുന്നു. അപ്പോൾ ഇടയ്ക്ക് ഒരുപാട് പേര് ചിന്തിക്കും, ശരിയാണ്, അദ്ദേഹം വളരെ സീനിയർ അല്ലേ, മറ്റേ രമേശ് ചെന്നിത്തലയുടെ ഗുരുസ്ഥാനീയനല്ലേ എന്നൊക്കെ ചിന്തിച്ച് ഒരു പബ്ലിക് ഇമേജ് ഉണ്ടാക്കുക, ഒരു പബ്ലിക് ഒപ്പീനിയൻ ഉണ്ടാക്കുക. ഇപ്പോൾ ആ പബ്ലിക് ഒപ്പീനിയനിലൂടെയാണ് സതീശൻ മുഖ്യമന്ത്രിയായത് അല്ലേ? പക്ഷേ അത് എത്രമാത്രം രമേശ് ചെന്നിത്തലയ്ക്ക് എഫക്റ്റീവായിട്ട് ചെയ്യാൻ കഴിയും എന്നുള്ളത് സംശയമാണ്. കാരണം രമേശ് ചെന്നിത്തലയുടെ റോളും എങ്ങനെയാണോ സതീശൻ്റെ റോളും KC വേണുഗോപാലിൻ്റെ റോളും രമേശ് ചെന്നിത്തലയുടെ റോളും ജനങ്ങൾ മനസ്സിലാക്കിയത് ഏതാണ്ട് അതേ രീതിയിൽ തന്നെ രമേശ് ചെന്നിത്തലയുടെ റോളും മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് സതീശന് വേണ്ടി എല്ലാ ഭാഗത്തു നിന്നും ജനങ്ങൾ മുന്നിട്ടിറങ്ങിയത് അല്ലേ? അപ്പോൾ അതുകൊണ്ട് ആ ഒരു പബ്ലിക് ഒപ്പീനിയൻ രമേശ് ചെന്നിത്തല ഉദ്ദേശിക്കുന്ന രീതിയിൽ രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റുമോ എന്നുള്ളത് സംശയമാണ്. പക്ഷേ എങ്കിലും ഒരു നല്ല സമ്മർദ്ദം ചെലുത്താൻ പറ്റും. കാര്യം ഇതിപ്പം ഹൈക്കമാൻഡിനെ അറിയിക്കുകയാണ്, ഞാനിങ്ങനെ രാജിവെക്കാൻ പോകണമെന്ന്. ഹൈക്കമാൻഡിൽ ഈ പറഞ്ഞ പോലെ KC വേണുഗോപാൽ, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ, അതേപോലെ തന്നെ അവിടെയുള്ള AICC സെക്രട്ടറിമാർ, അങ്ങനെ ഇത് ദേശീയ മാധ്യമങ്ങളിൽ വാർത്തയാവുന്നു. കേരളത്തിൽ സ്വിയറിംഗ് ഇൻ സെറമണി നടക്കുന്നതിന് മുമ്പ് കോൺഗ്രസ്സിൽ പൊട്ടിത്തെറി, എക്സ്പ്ലോഷൻ. അപ്പോൾ അത് ഇടപെടാനായിട്ട് കേന്ദ്ര നേതൃത്വം ഇടപെടുന്നു. ഉടനെ തന്നെ ദേശീയ മാധ്യമങ്ങളെല്ലാം ഈ സ്റ്റോറി ക്യാരി ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു പ്രോമിനൻസിലേക്ക് വീണ്ടും രമേശ് ചെന്നിത്തല വരുന്നു. അങ്ങനെ കേന്ദ്രത്തിൽ നിന്ന് ഇടപെടലുണ്ടാവുന്നു. അവസാനം രമേശ് ചെന്നിത്തല മെല്ലോഡാവുന്നു, സമ്മതിക്കുന്നു. അങ്ങനെ അനുജൻ്റെ മന്ത്രിസഭയിൽ ഒരു ജ്യേഷ്ഠനായിട്ട് കയറുന്നു. അങ്ങനെ കിട്ടുമ്പോൾ ആഭ്യന്തരം തന്നെ വേണം. ആഭ്യന്തരമാണെങ്കിൽ ഞാൻ വരാം മാത്രമായിട്ട് ഒതുങ്ങുമോ? അല്ല, മെയിനായിട്ട് ആഭ്യന്തരമാണല്ലോ. അപ്പോൾ ധനകാര്യം രണ്ടും കൂടെ പാടായിരിക്കും. ഇല്ല, ധനകാര്യം പ്രത്യേകിച്ച് മിക്കവാറും ഒരു മന്ത്രി സെപ്പറേറ്റ് വേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ധനകാര്യം എക്സൈസും കൂടെ കയ്യിൽ വെക്കാൻ സാധ്യതയുണ്ടായിരിക്കും. അതൊക്കെ ഉണ്ടാവും. ആഭ്യന്തരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊക്കെ ഉള്ളത് വളരെ അത്ര വലിയ പ്രയാസമുള്ള കാര്യമില്ല. അപ്പോൾ അത് വേണമെങ്കിൽ എക്സൈസും വയ്ക്കാം. ചിലപ്പോൾ ഒരു എക്സൈസിന് പ്രത്യേകിച്ചൊരു മന്ത്രി ഉണ്ടാവണമെന്നില്ല, അതല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കൂടെ വയ്ക്കാം. അതൊക്കെ രണ്ടാമത് വരുന്ന വിഷയമാണ്. ആഭ്യന്തരം കൈ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഈ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയുടെ നീക്കങ്ങളും അല്ലേ, എല്ലാവരെക്കുറിച്ചുള്ള സംഗതികളും ലഭിക്കും. അപ്പോൾ മന്ത്രിസഭ ഭരിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം സതീശന് ഈ 5 വർഷം പൂർത്തിയാക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം നിലവിലുള്ള സാഹചര്യത്തിൽ ആഭ്യന്തരം കയ്യിലുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അത് രമേശിന് നന്നായിട്ട് അറിയാം, മറ്റാരേക്കാളും. അപ്പോൾ അതുകൊണ്ട് ആ സമ്മർദ്ദം ചെലുത്തിയിട്ട് ആഭ്യന്തരം, ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയിൽ ഞാൻ ആഭ്യന്തരം കൈകാര്യം ചെയ്തതാണ്. അതുകൊണ്ട് എനിക്ക് ഇനി അതിൽ കുറഞ്ഞ് എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല. പണ്ട് വേണമെങ്കിൽ മറ്റേ സുകുമാരൻ നായർ, NSSൻ്റെ സുകുമാരൻ നായർ പണ്ട് ഇടപെട്ടിരുന്നു. ഇപ്പോൾ NSS സുകുമാരൻ നായർക്കും ഗ്യാസ് പോയിരിക്കുക.
അതെ സതീശൻ വന്നതോടുകൂടി. അതെ മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് സുകുമാരൻ നായർ വഴിയുള്ള ഇടപെടലും പരാജയപ്പെട്ടു. ഉം. പറഞ്ഞു മനസ്സിലായില്ലേ? അതെ അപ്പോൾ ഇനി കമ്മ്യൂണലായിട്ടുള്ള ഫോഴ്സസിനെയോ അല്ലെങ്കിൽ ഇനി വെള്ളാപ്പള്ളി നടേശനെയോ ഒന്നും രംഗത്തിറക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ മറ്റൊരു മാർഗത്തിലൂടെ ആഭ്യന്തരം കിട്ടണം എന്നുള്ളത് തന്നെയാണ് രമേശിൻ്റെ. അതല്ലാതെ ഒരു സാധ്യതയ്ക്ക് എങ്ങാനും രാജി വെക്കുമോ? ഞാൻ അതിനകത്ത് 1% ചാൻസാണ് കാണുന്നത്. അങ്ങനെ രാജിവെച്ചു ആ 1% ചാൻസിൽ രാജി വെക്കുകയാണെങ്കിൽ ആ. പിന്നെ ചെന്നിത്തലയുടെ ഭാവി എന്താണ്? മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകാമോ? ചെന്നിത്തല അങ്ങനെ രാജിവെക്കുകയാണെങ്കിൽ ആദ്യം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുന്നത് ഇവിടുത്തെ BJPയുടെ നേതൃത്വമായിരിക്കും. അതെ മനസ്സിലായില്ലേ? അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു ഇമാജിനേറ്റീവ് ആയിട്ടുള്ള സംഗതി പറയാം. അദ്ദേഹം BJPയുടെ നേതാക്കന്മാർ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് കാണും. BJPയുടെ നേതാക്കന്മാർ വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് മീഡിയ അറിയും BJPയുടെ ഇന്ന നേതാക്കൾ രമേശിൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ രമേശ് അവരെ സ്വീകരിക്കും. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ആര് വന്നാലും അദ്ദേഹം അത് ന്യായമായ സാധനമാണല്ലോ, ആര് വന്നാലും നമ്മുടെ വീട്ടിൽ വന്നാൽ സ്വീകരിക്കുന്നു, ചർച്ച ചെയ്യുന്നു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ അടിയുറച്ച കോൺഗ്രസ് പ്രവർത്തകനാണ്, കോൺഗ്രസ്സുകാരനാണ്, എനിക്ക് കോൺഗ്രസ് അല്ലാതെ വേറൊരു ജീവിതമില്ല എന്ന് ചിന്തിക്കുന്നു. അപ്പോൾ BJPക്കാർ നേതാക്കന്മാർ പറയും, ഞങ്ങൾ ഇങ്ങനെ അദ്ദേഹത്തിന് സൗഹൃദ സന്ദർശനം വന്നതാണ്, രാഷ്ട്രീയം ഇതുമായിട്ടൊന്നും ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞ് പോവും. ഇതിനിടയ്ക്ക് അപ്പോഴത്തേക്ക് വീണ്ടും മാധ്യമങ്ങളിട്ട് ചർച്ച ചെയ്തിട്ട് അടുത്തൊരു ദിവസങ്ങളിലേക്കും രമേശ് ചിലപ്പം പോകാൻ BJPയിലേക്ക് ചേരാൻ സാധ്യത വീണ്ടും നിഷേധിക്കും. മനസ്സിലായേ? ഇങ്ങനെ വരുമ്പോഴത്തേക്കാണ് ഈ പബ്ലിക് ഒപ്പീനിയൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് KC വേണുഗോപാൽ മത്സരരംഗത്തില്ലായിരുന്നു, ഇല്ലേ? പക്ഷേ ഒരു ഫ്ലെക്സ് ഒരിടത്ത് അങ്ങ് വന്നു. അതെങ്ങനെയോ ചിലപ്പോൾ മോളിൽ നിന്നൊക്കെ പൊട്ടി വീണതായിരിക്കാം. അത് വീണ് കഴിഞ്ഞപ്പോഴത്തേക്ക് KC വേണുഗോപാൽ അതിന് മുമ്പ് തന്നെ ചില ആശയങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട്. KC വേണുഗോപാലിന് സ്ഥാനനോട്ടമുണ്ട്. അപ്പോൾ അദ്ദേഹം പറയും, ഞാനങ്ങനെ ഹൈക്കമാൻഡിൽ നിന്ന് കെട്ടിയിറങ്ങുന്ന കക്ഷിയൊന്നും അല്ല എന്നൊക്കെ പറയും. കറക്റ്റാണ്, അദ്ദേഹം പറഞ്ഞതൊക്കെ ശരിയാണ്. അപ്പോൾ ഈ ഫ്ലെക്സ് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് മനസ്സിലായി KCയുടെ കയ്യിലാണ് പാർട്ടി ഇരിക്കുന്നത്. അപകടമെന്ന് മനസ്സിലായി. അപ്പം മറ്റ് കേന്ദ്രങ്ങൾ സജീവമായി. മനസ്സിലായി? അപ്പോൾ ഒരു പബ്ലിക് ഒപ്പീനിയൻ വന്നു. അതിനെ കവച്ചു വയ്ക്കുന്ന ജനങ്ങളുടെ ഒരു വികാരം വന്നപ്പോഴത്തേക്കാണ് സതീശൻ രക്ഷപ്പെട്ടത്. മനസ്സിലായി? ഇത് ജനങ്ങളുടെ ഒരു വിജയമാണ്, അണികളെ തിരുത്തിയായത് എന്ന് പറഞ്ഞതുപോലെ. ഇങ്ങനെ ഇതാണ് ഈ നറേറ്റീവ്സ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഒരിക്കലും ഒരു നറേറ്റീവ് ക്രിയേറ്റ് ചെയ്ത് കുറേ ദിവസം ചർച്ച ചെയ്യുമ്പോഴത്തേക്ക് രമേശ് ചെന്നിത്തല ഒരു സ്വാഭാവികമായിട്ടൊരു BJPക്കാരൻ, അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം, മറ്റേത് ചോറ്, അതുപോലെ തന്നെ പിന്നെ അമ്പലത്തിൽ പോക്ക്, ഗുരുവായൂർ പോക്ക്, ഇതൊക്കെ പുറത്തേക്ക് വരികയും ഒരു ഹിന്ദു ആണെന്നുള്ളൂ, പിന്നെ അതുപോലെ പിന്തുണ തുടങ്ങിയിട്ടുള്ള എല്ലാ സംഗതികളും അവിടെ സജീവമാകുന്നു. പിന്നെ അതുപോലെ തന്നെ ഇത് രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ്, ഭാരതീയ സംസ്കൃതിയെ ഉൾക്കൊള്ളുന്ന പാർട്ടിയാണ്, അതുകൊണ്ട് ഇത് രാജ്യദ്രോഹ വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയല്ല, ജനായത്ത സംവിധാനമാണ് എന്ന് പറഞ്ഞ് ഇത് പിന്നെ ജമ്മു കാശ്മീരിൽ മെഹബൂബായിട്ട് സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ട്, മുസ്ലിം പാർട്ടികളുടെ സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. കേരളത്തിലും വേണമെങ്കിൽ അതിന് സാധ്യതയുണ്ട്, വേണമെങ്കിൽ അതിനും ഒരു സാധ്യതയുണ്ട് എന്നൊരു മുൻകൂട്ടി അടിയടിക്കാൻ വേണമെങ്കിൽ, അല്ലേ? അതെ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഒരു സുപ്രഭാതത്തിൽ ഇദ്ദേഹത്തിന് വേണമെങ്കിൽ BJP ജോയിൻ ചെയ്യാം, അല്ലേ? കാരണം CPMൻ്റെ തകർച്ച ഉണ്ടാകുന്നൊരു സമയം കൂടെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ അത് സംഭവിക്കും. ഇതൊക്കെ വളരെ ഇമാജിനേറ്റീവായിട്ടുള്ള, നമ്മളൊരു പെട്ടെന്ന് പ്രിയൻ ചോദിച്ച സമയത്തൊരു സാങ്കല്പിക സംഗതിയും കേരളത്തിൽ 1% സാധ്യതയിൽ നിന്നുള്ള 1% സാധ്യതയേ ഉള്ളൂ. അതിൽ നിന്നുള്ളത് ഇങ്ങനെ സങ്കല്പിക്കുന്നതിൽ തെറ്റില്ല. സങ്കല്പിക്കാമല്ലോ, ഇല്ലേ? മനുഷ്യൻ എന്ന് പറയുന്നത് സങ്കല്പമല്ലേ, അല്ലേ? അത്രേ ഉള്ളൂ. അപ്പോൾ ആ രീതിയിലൊക്കെ നമുക്ക് സങ്കല്പിക്കാം. അപ്പോൾ അതുകൊണ്ട് ദോഷമൊന്നുമില്ല, മോശം കാര്യങ്ങളൊന്നും പറഞ്ഞാൽ. ഇതൊക്കെ എൻ്റെ ഒരു ഇങ്ങനെയാണ് സംഗതികളൊക്കെ സംഭവിക്കുന്നത്.